അപ്പം അങ്ങനെ നമ്മൾ നേരം വെളുത്ത് പുറത്തിറങ്ങിയിട്ടില്ലേ. ഇന്നലെ രാത്രി നേരെ കിടന്നുറങ്ങി, നല്ലൊരു ഉറക്കം ഉറങ്ങി. ഏകദേശം 1 മണിയായി റൂമിലെത്തി. ഇന്നലെ താമസിച്ച് ഈ ഭാഗത്തായിരുന്നു, കാരണം ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലായിരുന്നു. അപ്പോൾ അവിടെയാണ് സിസ്റ്റർ അപ്പാർട്ട്മെൻറ്റ് പോലെയാണ്. അപ്പോൾ ഇവിടെയാണ് ഇന്നലെ താമസിച്ചത്. അവർ നാട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്തു ഇന്നലെ രാത്രി. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് മറ്റേ അൽക്കോബാറിലാണ്. അപ്പോൾ ദമാം അൽക്കോബാർ ഈ ഭാഗത്ത് എന്തൊക്കെയല്ലെന്ന് ആദ്യം തപ്പി നോക്കണം. അപ്പോൾ ഇന്നലെ ഗൂഗിൾ മാപ്പിൽ തപ്പി 1-2 സ്ഥലങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയ ടൈമൊക്കെ എങ്ങനെ കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഒന്ന് പോയി നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് രാവിലത്തെ ചായ. അതിലതൊരു പരിപാടി നടക്കില്ല. അപ്പോൾ നേരെ ചായക്ക്. എന്തിടാ ഒക്കാനും തള്ളാനും സാറാ. കാരണം ഓയിലടക്കേ ഉണ്ടോ? ഉണ്ടല്ലേ? ഓക്കെയാണ്, കുറഞ്ഞിട്ടൊന്നുമില്ല. പോരടാ, ഇവിടെ മുള്ളാൻ നിൽക്കണ്ട, ഇവിടെ വെട്ടേക്കാം കേട്ടോ. അങ്ങനെ ആദ്യത്തെ പരിപാടി ചായക്കട. എവിടെടാ ഫുഡുള്ളത്? ഏരിയ ഒന്ന് തപ്പി നോക്കട്ടെ ആദ്യം. ഫുഡ് എവിടേക്കല്ല. ഈ ഏരിയ ഒന്നും ഇന്നലെ രാത്രി നമ്മൾ കണ്ടിരുന്നില്ല. ഇവിടെ ഈ ഏരിയക്ക് ഫുൾ അപ്പാർട്ട്മെൻ്റ് ആട്ടില്ലേ, ഫുൾ അപ്പാർട്ട്മെൻ്റാണ്. ഒക്കെ റെസിഡൻഷ്യൽ സ്ട്രീറ്റാണ് ഇതൊക്കെ കണ്ടിട്ട്. കാരണം ഒക്കെ ക്ലോസ് ആണ് കേട്ടില്ലേ. ഷോപ്പ് ക്ലോസ്. ഏതാ പോണു? ധാരാടാ എന്താ കൊണ്ടില്ലേ ഇവിടുത്തെ ടാക്സി. ഫുള്ള് ഭയങ്കര പച്ച കളർ ഇട്ടില്ലേ. മീൻ വണ്ടിയാ? രസമുണ്ട് ഇട്ടില്ലേ കാണാൻ. ഏത് കാണാൻ രസമുണ്ട് സാധനം. നമ്മളെ ഒരൊറ്റ ഷോപ്പ് കിട്ടിയിട്ടില്ലേ, റെസ്റ്റോറൻറ്റ് ഒരൊറ്റ ഒന്നും കിട്ടിയിട്ടില്ല. കാരണം എന്താണെന്നറിയില്ല. പെരുന്നാൾ ലീവ് ആയതുകൊണ്ടാണെന്നറിയില്ല ആരും തുറന്നിട്ടില്ല. അത് ഈ ടൈം ആകുമ്പോൾ ഇവിടെ ഒന്നും തുറക്കൂലേ. അമ്മ കൂടാ മഗ്ഡി ആക്കണോ? മഗ്ഡിന്ന് പ്രാപ്പാക്കേണ്ടി വരുമോ? ലാസ്റ്റത്തെ ഓപ്ഷൻ നമുക്ക് അതെടുക്കാം. എന്നാലും ഈ ഏരിയക്ക് അത്യാവശ്യം സീറ്റ് ഉണ്ട്. അത് നല്ല രസമുള്ളൊരു ബിൽഡിങ്. ഈ ഭാഗത്ത് എത്തിയപ്പോൾ അത്യാവശ്യം ബിൽഡിംഗ് ഒക്കെ ഉണ്ടില്ലേ, അത്യാവശ്യം നല്ല. ഈ റൈറ്റ് സൈഡത്തെ കണ്ടിട്ട് റാഡിഷൻ ബ്ലൂവിൻ്റെ ബിൽഡിങ്ങിൻ്റെ കളർ ഉണ്ടല്ലോടാ. നല്ല രസമുണ്ട് കളർ ടാക്സിയുടെ. കാരണം പച്ച കളറ് നമുക്ക് കാണുമ്പോൾ തന്നെ എടുത്ത് കാണും ടാക്സി ആണ് എന്നുള്ളത്. ഏത് ടാക്സിയോ? ഇതൊക്കെ ഏതാ ഏരിയ അല്ലേ? ഇതൊക്കെ അത്യാവശ്യം നല്ല ടവറൊക്കെ ഉണ്ടല്ലേ ഈ ഏരിയയിൽ. അത്യാവശ്യം ഈ ഏരിയക്ക് അത്യാവശ്യം നല്ല സെറ്റ് ഏരിയ. പക്ഷെ നമുക്കില്ല സ്ഥലം ഇതുവരെ കിട്ടിയിട്ടില്ലേ നമ്മളെ റെസ്റ്റോറൻറ്റ്. നമ്മൾ എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ചെയ്ത് വെച്ചൊരു ലൊക്കേഷൻ ഉണ്ടായിരുന്നു. 9 മണിക്ക് ഓപ്പണിങ്. അപ്പോൾ ആ ഭാഗത്തേക്ക് നേരെ എന്ത് ചെയ്ത് ലൊക്കേഷൻ ഇട്ട് ആ ഭാഗം നീങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഫുഡ് എവിടുന്നേലും കിട്ടുക വെച്ചാൽ അവിടുന്ന് ഫുഡും കഴിക്കാമല്ലോ. ആ ഒരു പ്ലാനിലല്ലേ പോയിക്കൊണ്ട് നിൽക്കണേ. പക്ഷേ ലീവ് ആയതുകൊണ്ടേ ആരും ഓപ്പണല്ല. അതാണ് മെയിൻ സീന്. കാരണം ഒറ്റ ഷോപ്പ് തുറന്നിട്ടില്ല, എല്ലാം ക്ലോസ് ആയിട്ടില്ലേ. ഇനി അഥവാ എന്താ അറിയില്ല, ഈ ടൈമിലൊന്നും ഇവിടെ തുറക്കലില്ലേ അതും അറിയില്ല. ഇനിയിപ്പോൾ ലാസ്റ്റത്തെ ഓപ്ഷൻ നമുക്കില്ലേ മഗ്ഡിയാണ്. മഗ്ഡിന്ന് വല്ല ഫ്രാപ്പോ കോൾഡ് കോഫിയോ എന്തെങ്കിലുമൊക്കെ കുടിക്കേണ്ടി വരും. കാരണം ഈ ഏരിയ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അട്ലി. ഈ ഭാഗത്തുകൂടി എല്ലാം വന്നിരുന്നു, വേറെ ഭാഗത്തു കൂടി. പക്ഷെ എന്നാലും ഒരു മോർണിംഗ് ലൈവ് വൈബ് കിട്ടിയിരുന്നില്ല ദമാമിൻ്റെ. പക്ഷെ അപ്പം ഇങ്ങനെ കിട്ടി തുടങ്ങി. ഇതാണ് സംഭവം അല്ലേ. സൗദിയുടെ കൊടിയും പച്ച, സൗദിയുടെ ടാക്സിയും പച്ച. അത് രണ്ടും ഒറ്റ ഉണ്ടല്ലത്. ഈ ബിൽഡിങ് ഒരേപോലെ. ഇത് വാട്ടർ ക്രോസിംഗ് ഒന്നുമല്ല. ഇത് അപ്പുറത്തൊക്കെ ഇതൊരു പിടിച്ച ഒരുപാട് നോക്കിയിട്ടില്ല ഒരു ചായക്ക് വേണ്ടി. പക്ഷേ പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ടൊന്നും ഒന്നും ഓപ്പൺ ആയില്ല. അത് ഇനി ടൈം ആവാത്തതുകൊണ്ടാണെന്ന് അതും അറിയില്ല. കാരണം നമ്മളെ അൽക്കോബാറിന്ന് നമ്മുടെ ഈ റൂട്ടിലോട്ട് പോകുന്നത് ഏകദേശം നമ്മുടെ ഈ കുവൈത്ത് പോകുന്ന ഏരിയ ഉണ്ടല്ലോ, അങ്ങോട്ട് പോയി. ആ ഏരിയയിലാണ് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട്. അപ്പോൾ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി എന്നാലും നമ്മൾ പോകുന്ന സമയം രാത്രി ആയിരുന്നു. നമുക്ക് കൂടുതൽ വീഡിയോസൊന്നും
എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഇനി ഇവിടുന്ന് നോക്കട്ടെ. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് നീങ്ങാം. കാരണം ഇനി ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും കിട്ടിക്കൊള്ളുന്നില്ല. എന്താടാ 10-ൻ്റെ ആ സ്നാക്സ് എന്താ എടുക്കുക? കോഫിയാ അതല്ലേ? ജസ്റ്റ് 1 minute. What do you have for breakfast? What do you have for breakfast other than coffee? For breakfast, sir, we have sausage muffin, also sausage with egg, meal with hash brown or coffee. You can also take orange juice in the afternoon. Where can I see it? In the screen? Machine, sir. Hey, sugar, sir. Yeah, sure. I think it's a little bit more, it's better. Huh? Yeah, sure. You want more? Enough? No, it's okay. I will check it then after. If you need more, sir, just take it. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ കോഫി കിട്ടിയിട്ടില്ലേ, ഇന്നൊരു രക്ഷയില്ല ഇട്ടിട്ടില്ലേ. അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെ നിന്നെങ്കിലും കഴിച്ചിരുന്നു. ഇന്നൊരു രക്ഷയില്ല. അപ്പോൾ ലാസ്റ്റ് അവസാനം ഇവിടെ തന്നെ കഴിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഇനി നമ്മളൊരു ബർഗറുണ്ട്, അതാവാൻ കൊണ്ടുവരുന്നുണ്ട്. ഇനി നമ്മൾ കുറേ തപ്പിയിട്ടില്ല, ഒരു ഓപ്ഷനും കിട്ടിയില്ല. ലാസ്റ്റത്തെ ഓപ്ഷനാണ് ഇപ്പോൾ ഇത്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അവിടെ നിന്ന് നീങ്ങിയിട്ടില്ലേ. ഇനി നമ്മളെ ഫസ്റ്റ് ലൊക്കേഷൻ നമ്മൾ ഗൂഗിൾ മാപ്പിൽ നിന്ന് കിട്ടിയൊരു ലൊക്കേഷനാണ്. നേരെ അങ്ങോട്ട് വിടാം. ഏകദേശം ടൈം 9 മണി ആയിട്ടുണ്ട്. കാരണം 9 മണിക്കാണ് അതിൻ്റെ ഓപ്പണ്. അപ്പോൾ ഏകദേശം ടൈം 9:10 ആയിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് വിടാം. ഈ ഏരിയക്ക് അത്യാവശ്യം ഡൗൺ സിറ്റി അല്ല, വലിയൊരു ഇതില്ല, ടവറും കാര്യങ്ങളൊന്നും കാണില്ല. കുറച്ച് മുന്നേ നല്ല രീതിക്കുള്ള ടവറും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. ഈ ഭാഗത്തൊന്നും വലിയൊരിത് കാണില്ല. ഈ ഏരിയ നല്ല സെറ്റ് ഏരിയട്ടിൽ 2 സൈഡ് മരം, ഫ്രണ്ടിൽ റോഡ്, മേലെ സ്കൈ, അതല്ല മെയിൻ. ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോർണേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ അതേ വൈബിട്ടിൽ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ, അതിൻ്റെ അപ്പുറത്ത് ബീച്ച്, സെൻട്രലിലൂടെ നടക്കാനുള്ള വഴി. നല്ല രസമുണ്ടല്ലേ ഈ ഏരിയ കാണാൻ. അല്ലേ, ഈ ഏരിയ നല്ല രസമുണ്ടല്ലേ. അത്യാവശ്യം ഫാമിലിയൊക്കെ ഈ ടൈം ആയപ്പോൾ എത്തിയിട്ടുണ്ടില്ലേ. മോർണിംഗ് ആയപ്പോൾ തന്നെ അതേ വണ്ടിയൊക്കെ ഇതാ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെന്താ കടല? കടലൊന്നും ഇതെന്താ സംഭവം പിടുത്തം കിട്ടില്ല. ഇത് കടല ആണല്ലേ. കടലിൻ്റെ അത് കയറണടാ, മേലേക്ക് കയറൂലേ സംഭവം. സെൻട്രലിലൂടെ റോഡൊക്കെ ഉണ്ടല്ലേ. മാർക്കറ്റ് എന്തൊക്കെയാ കാണുന്നുണ്ട്. ഫുള്ള് പഴയ ബിൽഡിങ്ങും കാര്യങ്ങളും. ഇവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ. പക്ഷേ കയറാല്ല വഴിയൊന്നും കാണില്ല. നമ്മുടെ നല്ല ഇത് പള്ളിയാണ്, അതും പള്ളിയാണ്. പോകാനുള്ള ലൊക്കേഷൻ ഇതായിരുന്നു കേട്ടില്ലേ. പക്ഷെ ആരും കാണില്ല, ഗേറ്റ് ക്ലോസ് ആണ്. ആരോടാ ചോദിക്കുക ഈ സംഭവം? പക്ഷേ ഒരു മനുഷ്യനെ കാണാമല്ലോ. ദ ഗാർഡൻ ഓഫ് തെറൂട്ട് പാലസ്. ഷോ, അങ്ങനെ നമ്മൾ ഇവിടം വരെ വന്ന് ഇവിടെ ഒരു മനുഷ്യനെ കാണാമല്ലോ. ദമാമിൽ നമ്മളെ ഫസ്റ്റ് ലൊക്കേഷൻ ഇരുന്നിട്ടില്ലേ, പക്ഷെ നടന്നില്ല. സംഭവം ക്ലോസ് ആണ്. എന്താ സംഭവം എന്ന് അറിയില്ല. ഇനി മെയിൻ്റനൻസ് ആണോ എന്താണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. കാരണം അവരവരുടെ സൈറ്റിൽ ഓപ്പൺ എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നല്ല വൈബ് സെറ്റ് സ്ഥലമായിരുന്നു കേട്ടില്ലേ. പക്ഷെ അത് മിസ്സായി. ഇവിടെ പരിസരത്ത് വേറെ ഏതെങ്കിലും സ്ഥലം ഉണ്ടോ നമുക്ക്. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ലൊക്കേഷൻ നമുക്ക് പാളി. കാരണം അത് ഓപ്പണിംഗ് അല്ല എന്നാണ് പറഞ്ഞത്. അതെന്തോ മെയിൻ്റനിങ് പർപ്പസിന് വേണ്ടിയിട്ട് ക്ലോസ് ചെയ്ത് എന്നാണ് പറഞ്ഞത് അവിടെ അന്വേഷിച്ചപ്പോൾ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടൊരു കോർണിഷാണിത്. നമ്മുടെ ഖത്തറിലെ പണ്ടത്തെ കോർണിഷ് ഉണ്ടല്ലോ, 2006 2007 ഖത്തറിലൊരു കോർണിഷിൻ്റെ ഏകദേശം രൂപം ഇങ്ങനെയൊക്കെ തന്നെ ആയിട്ടില്ലേ തോന്നുന്നു. കാരണം അന്നത്തെ സമയത്തൊക്കെ നമ്മൾ വരുന്ന സമയത്ത് അങ്ങനെ കണ്ടിട്ടുണ്ട്. വലിയ ഡെവലപ്മെൻറ്റ് ഇല്ലാത്ത ഏരിയ അന്നത്തെ കോർണിഷ് ഏരിയ ഒക്കെ ചെറിയ രീതിയിൽ. ഇതിലേറെ കുറച്ചുകൂടി നല്ലതായിട്ടില്ല സെറ്റപ്പായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോഴും ആ രീതിയിലൊരു പഴയ രീതിയിലൊരു കോർണിഷാണ് ഫീല്. ജസ്റ്റ് റോഡ്, പാർക്കിങ്, ചെറിയൊരു പാർക്ക്, കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് വെള്ളത്തിൻ്റെ ഇതും സെൻറ്ററിലൂടെ നമുക്ക് നടക്കാമല്ലോ വഴി. ഇവിടെ നടക്കാമല്ലോ വഴി വേറെ ഉണ്ടല്ലേ. അപ്പോൾ ഞാനിവിടെ ഈ കോഫി ഷോപ്പ് കയറി കണ്ട് ചോദിച്ചു ആളോട് ഇവിടെ എന്തെങ്കിലും കാണാനുണ്ടോ. പക്ഷെ ആൾ പറഞ്ഞത് ഈ ഏരിയയിൽ ഒന്നും ഇല്ല നാട്ടിൽ പറഞ്ഞത്. കാരണം നമുക്ക് ഈ ഭാഗത്തോട്ട് വന്നത് നഷ്ടമായി തോന്നുന്നു. ഈ ദമാം ഈ ഭാഗത്തോട്ട് വന്നത് നമ്മൾ ആ കോബാർ ആ ഏരിയയിൽ നിന്ന് ഇവിടുത്തെ ഏറ്റവും വന്നത്. അപ്പോൾ നമുക്ക് തിരിച്ച് കോബാർ ആ ഭാഗത്തേക്ക് തന്നെ പോയിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഏതായാലും അങ്ങോട്ട് പോയേക്കാം. ഓക്കെ.
വാടാ പോവാ. ഇത് ഏകദേശം കാര്യങ്ങളൊക്കെ ഓപ്പൺ ആണ് ഉച്ചയ്ക്ക് ശേഷമാണ് ഇല്ലേ. കാരണം നമ്മളൊരു ഡോൾഫിൻ്റെ ഒരു ഇതുണ്ട്, അങ്ങനെ 1-2 സ്ഥലങ്ങളുണ്ട്, അതൊക്കെ ഉച്ചയ്ക്ക് ശേഷമാണ് ഓപ്പൺ ആണ്. അപ്പോൾ ആ സമയം നമുക്ക് അതൊക്കെ വരുന്നത് നമ്മുടെ കോബാർ തന്നെയുള്ള കോബാർ ആ ഏരിയയിലോട്ടാണ്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് ആ ടൈം ആകുമ്പോൾ നമുക്ക് അങ്ങോട്ട് തെറിക്കും ചെയ്യാം. അപ്പോൾ ഇവിടെ എന്തൊക്കെ കിട്ടുമെന്നുള്ളത് മാക്സിമം നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ അവിടെ വെച്ച് കട്ട് ചെയ്യാനിട്ടില്ല, കാരണം നമുക്ക് ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് അടുത്ത ഭാഗങ്ങൾ തുടങ്ങാം. കാരണം ഈ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്ത്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ ജോയിൻ അപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.